ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ഇടിയിറച്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ 3 പീസ് ബീഫിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് വേവിച്ചുടച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ആ 3 പീസും നമ്മുടെ കുക്കറിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇറച്ചി നന്നായിട്ട് വെന്ത് വരാനായിട്ട് എത്ര വിസിലാണോ അടുപ്പിക്കേണ്ടത് അതിനനുസരിച്ച് ഓരോ കുക്കറിനും അനുസരിച്ച് നമ്മൾ അടുപ്പിച്ച് കൊടുക്കണേ. ഇപ്പം ഞാനിവിടെ ഒരു 5 വിസിൽ അടുപ്പിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വെന്ത ബീഫ് പീസസ് നമ്മൾ ആ ഒരു ബീഫ് സ്റ്റോക്കിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് തണുത്ത ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇറച്ചിയൊക്കെ ഒന്ന് തണുത്ത ശേഷം നമ്മൾ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ. അതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഇടയ്ക്ക് ആ ഒരു ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വറ്റൽ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമാകുമ്പോഴാണ് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് വഴറ്റി നമ്മുടെ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് മാറി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കുമാണ് മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ ചില്ലി പൗഡർ ഉള്ളവർ 1/2 ടീസ്പൂണോളം ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീറ്റും കൂടി ഇട്ട് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു പൊടികളൊക്കെ നമ്മുടെ ആ മീറ്റുമായിട്ട് യോജിച്ച് നല്ല ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമ്മൾ എണ്ണയിലിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആ ഒരു ചമ്മന്തിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്ന പരുവത്തിന് വേണം നമ്മൾ ആ ഒരു സ്റ്റൗ ഓഫ് ചെയ്യാനായി. ഇപ്പോൾ അതേ നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ഇറച്ചി മേടിക്കുമ്പോഴേക്കും കുറച്ച് മീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.